നമ്മുടെ പുതിയ പ്രോഡക്റ്റിന്റെ വീഡിയോ ഒന്നുമല്ല. ഇന്ന് നമ്മുടെ വന്നിരിക്കുന്ന കമന്റ്സിനൊക്കെ ഒരു എന്താ പറയുന്നത്, അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇപ്പൊ മെയിനായിട്ട് കമന്റ് വരുന്നത് റിപ്ലൈ കിട്ടുന്നില്ല എന്നുള്ളത്. പിന്നെ റിപ്ലൈ കൊടുക്കാതെ നിങ്ങൾ എന്തിനാ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയക്കാൻ പറയുന്നത്. ശരിക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ റിപ്ലൈ കൊടുക്കാതിരുന്നാൽ നമുക്ക് ഓർഡേഴ്സ് കിട്ടത്തില്ലല്ലോ. പക്ഷെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അതാണ് സംഭവം. ഇപ്പോൾ 1000 മെസ്സേജ് വന്നാൽ ചിലപ്പോൾ നമ്മൾ 750 മെസ്സേജിനും മാക്സിമം റിപ്ലൈ കൊടുക്കാം. നമ്മൾ രാത്രി നമുക്കറിയാം, നമുക്ക് സ്റ്റാഫിന് വെക്കാന്ന് പറയുമ്പോൾ അവർ രാത്രി 8 മണി വരെ നമ്മുടെ ഷോപ്പുള്ളത്, അവർ 8 മണി വരെ ഇരിക്കത്തുള്ളൂ. നമുക്ക് അവരോട് നിങ്ങൾ വീട്ടിൽ പോയി റിപ്ലൈ കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർക്ക് പോയ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാം, മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നവർക്കറിയാം. 1 മണിക്ക് റിപ്ലൈ കിട്ടുന്നവരുണ്ട്, 12 മണിക്ക് റിപ്ലൈ കിട്ടുന്നവരുണ്ട്, ഇനി വെളുപ്പിനെ 5 മണി തൊട്ട് റിപ്ലൈ കിട്ടുന്നവരുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. അതായത് ടൈപ്പ് ചെയ്ത് ഇരുന്ന മെസ്സേജുകളെല്ലാം എൻ്റെ ഹസ്ബൻഡ് അയക്കുന്നതും വോയിസ് ആയിട്ട് അയക്കുന്നതെല്ലാം ഞാൻ അയക്കുന്ന മെസ്സേജുകളാണ്. ബാക്കി 8 മണി വരെയാണ് നമുക്ക് സ്റ്റാഫ് മെസ്സേജ് അയക്കത്തുള്ളൂ. അതായത് രാവിലെ 9:30 തൊട്ട് രാത്രി 8 മണി വരെയുള്ള സമയത്തെ സ്റ്റാഫ് മെസ്സേജ് അയക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയക്കുന്നതെല്ലാം നമ്മളായിരിക്കും മെസ്സേജ് അയക്കുന്നത്. ഞാനും ഹസ്ബൻഡും കൂടെ ഇരുന്നാണ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. പിന്നെ നമുക്ക് വേറെ വരുന്ന ഒരു കമൻറ്റ് ഞാൻ കണ്ടത്, കളർ ഹോം വെയർ കളക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും ഈ ബ്ലാക്കും നേവി ബ്ലൂ റെഡ് ആ ഒരു കോമ്പിനേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേറെ കളർ അറിയില്ലേന്ന്? അറിയാത്തതുകൊണ്ടല്ല, ആ ഒരു കളറിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. നമ്മുടെ ഹോം വെയർ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ആ ഒരു കോമ്പിനേഷൻ ഇട്ടപ്പോൾ നമുക്ക് നല്ല ഹിറ്റായിരുന്നു. അതിൻ്റെ എൻക്വയറി ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും നമുക്കത് ഈ സ്റ്റോക്ക് ചെയ്യാവോ എന്ന് ചോദിച്ച് മെസ്സേജുകൾ വരുന്നതുകൊണ്ടും ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അവനവൻ ഏത് പ്രോഡക്റ്റിനാണോ ഡിമാൻഡ് കൂടുതൽ അത് തന്നെ നമ്മൾ വീണ്ടും ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരേ സെയിം പ്രോഡക്റ്റ് തന്നെ വീണ്ടും ചെയ്യുന്നത്. പിന്നെ നമ്മൾ അല്ലാത്ത കളേഴ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 1-2 പ്രാവശ്യം ചെയ്തിരുന്നു, അതും സോൾഡ് ഔട്ട് ആയി ഇല്ലെന്നല്ല, അതും സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് നമ്മൾ വീണ്ടും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി അപ്ഡേറ്റ്സ് ഇടാത്തത് നിങ്ങൾക്കറിയാം, മാനുവലി റിപ്ലൈ കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1 വീക്കിനുള്ളിൽ വെബ്സൈറ്റ് എന്തായാലും ഉറപ്പായിട്ടും ആക്റ്റീവ് ആവും. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി അത്രയും ഒരു ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ എല്ലാം ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഓർഡർ എടുത്ത് കഴിയണം. പിറ്റേ ദിവസം അത് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റണം. അതായത് തലേദിവസം ഓർഡർ എടുക്കുന്ന സാധനങ്ങൾ പിറ്റേ ദിവസം നമുക്ക് കൊറിയർ അയക്കും. നമ്മൾ നെക്സ്റ്റ് വർക്കിംഗ് ഡേ ആ ഡിസ്പാച്ചിങ് ടൈം പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ അതെല്ലാം പാക്ക് ചെയ്ത് കയറുകയും കൂടെ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. നമ്മൾ യൂണിറ്റിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. വെബ്സൈറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഡെയിലി 1-2 വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റിപ്ലൈ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട. മാക്സിമം പോയ ഒരു 1 വീക്ക് അതും കൂടെ നിങ്ങൾ ക്ഷമിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ചിലപ്പോൾ നമുക്ക് ഹോം വെയർ കളക്ഷനിൽ A-line നൈറ്റിയുടെ വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാം.